ബംഗ്ലാദേശ് രാഷ്ട്രീയം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകളും ലോകാരോഗ്യ സംഘടനയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയണൽ ഡയറക്ടറുമായ സൈമ വാസദിനെതിരെ ഉയർന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ള മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ സൈമ വാസദിനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന അവരെ അനിശ്ചിതകാല അവധിയിൽ പ്രവേശിപ്പിച്ചത്. ഹെൽത്ത് പോളിസി വാച്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ജൂലൈ 11 മുതൽ വാസദ് അവധിയിലായിരിക്കുമെന്നും WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് ഗെബ്രിയേസസ് ജീവനക്കാർക്ക് ഇമെയിൽ അയച്ചു. WHOയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറലായ ഡോക്ടർ കാതറീന ബോംഹെ തെക്ക് കിഴക്കൻ ഏഷ്യൻ റീജിയണൽ ഓഫീസിൽ വാസദിന് പകരം ചുമതലയേൽക്കുമെന്നും അദ്ദേഹം തന്റെ ഇമെയിലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉന്നത തലത്തിലുള്ള ഈ അവധി അഴിമതി ആരോപണങ്ങളെ WHO എത്രത്തോളം ഗൗരവമായി കാണുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. സൈമ വാസദിനെതിരെ ബംഗ്ലാദേശ് അഴിമതി വിരുദ്ധ കമ്മീഷൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവതരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ യോഗ്യതയിലെ കള്ളത്തരമാണ്. ഈ വർഷം ആദ്യം ഒരു ഉയർന്ന പ്രൊഫൈൽ ജോലിക്കായി ശ്രമിക്കുമ്പോൾ വാസദിന്റെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് ACC ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ബംഗാബന്ധു ഷെയ്ഖ് മുജീബ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ താൻ ഓണററി സ്ഥാനം വഹിച്ചിട്ടുണ്ടെന്ന് അവർ തെറ്റായി അവകാശപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ യൂണിവേഴ്സിറ്റി ഈ അവകാശവാദം പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. ഒരു അന്താരാഷ്ട്ര സ്ഥാപനത്തിലെ ഉന്നത പദവിക്ക് വേണ്ടി വ്യാജ വിദ്യാഭ്യാസ യോഗ്യതകൾ സമർപ്പിച്ചത് അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഇത് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. അതോടൊപ്പം മാതാവിന്റെ സ്വാധീനമാണ്. ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ മേധാവി സ്ഥാനം നേടാൻ വാസദ് തന്റെ അമ്മ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചതായും ACC ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അന്താരാഷ്ട്ര പദവികൾ നേടുന്നത് സ്ഥാപനങ്ങളുടെ സുതാര്യതയെയും നീതിയെയും ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. ഇത്തരം ആരോപണങ്ങൾ WHO പോലുള്ള ആഗോള സ്ഥാപനങ്ങൾക്ക് പോലും വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന ആരോപണങ്ങളിലൊന്ന് അമ്മ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് ഭരിക്കുമ്പോൾ നടന്ന വ്യാപകമായ അഴിമതിയിൽ സൈമ വാസദിനും പങ്കുണ്ടെന്നാണ്. തന്റെ അധികാരവും ബന്ധങ്ങളും ഉപയോഗിച്ച് സൈമ വാസദ് നിരവധി ബാങ്കുകളിൽ നിന്നും ഏകദേശം $2.8 മില്യൺ നിയമവിരുദ്ധമായി സമ്പാദിച്ചതായും ഒരിക്കൽ അവർ നേതൃത്വം നൽകിയിരുന്ന ഷുച്ചോണ ഫൗണ്ടേഷൻ വഴി ഈ ഫണ്ട് കൈമാറിയതായും ACC അവകാശപ്പെട്ടു. ഇത് കേവലം ഒരു സാമ്പത്തിക ക്രമക്കേടായി കാണാൻ സാധിക്കില്ല. രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർ പൊതുപണം ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഷുച്ചോണ ഫൗണ്ടേഷൻ ഒരു സാമൂഹ്യക്ഷേമ സംഘടനയാണെന്നിരിക്കെ അതിനെ സാമ്പത്തിക തിരിമറികൾക്കായി ഉപയോഗിച്ചുവെന്ന ആരോപണം കൂടുതൽ ഞെട്ടിക്കുന്നതാണ്. ഈ ഫണ്ട് കൈമാറ്റങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാകൂ. അതോടൊപ്പം ഈ ആരോപണങ്ങളെല്ലാം ചേർന്ന് സൈമ വാസദിന്റെ പൊതുജീവിതത്തെയും പ്രൊഫഷണൽ ജീവിതത്തെയും ചോദ്യം ചെയ്തിരിക്കുന്നു. ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മകൾ എന്ന നിലയിലും ലോകാരോഗ്യ സംഘടനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ എന്ന നിലയിലും അവർക്ക് സമൂഹത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ ആരോപണങ്ങളെ WHO എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നത് അവർ സൈമ വാസദിനെ അനിശ്ചിതകാല അവധിയിൽ പ്രവേശിപ്പിച്ചതിലൂടെ വ്യക്തമാകുന്നു. സൈമ വാസദിന്റെ അമ്മയും ബംഗ്ലാദേശിന്റെ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയും ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 100 കണക്കിന് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട ബഹുജന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഹസീനയ്ക്കെതിരെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചുമത്തി ഒരു പ്രത്യേക ട്രൈബ്യൂണൽ കുറ്റക്കാരിയായി വധിച്ചു. ഒരു മുൻ പ്രധാനമന്ത്രിക്ക് നേരെ ഇത്തരമൊരു ഗുരുതരമായ കുറ്റം ചുമത്തുന്നത് ബംഗ്ലാദേശ് ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമാണ്. ജസ്റ്റിസ് ഗോലം മൊർട്ടുസ മൊസുംദറിന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ പാനലാണ് ഹസീന, മുൻ ആഭ്യന്തരമന്ത്രി അസദുസമാൻ ഖാൻ, മുൻ പോലീസ് മേധാവി ചൗധരി അബ്ദുള്ള അൽ മാമുൻ എന്നിവർക്കെതിരെ 5 കുറ്റങ്ങൾ ചുമത്തിയത്. ഈ 3 പേർക്കെതിരെയും പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ അതിക്രമങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് പ്രധാന ആരോപണം. നിലവിൽ ഇന്ത്യയിൽ പ്രവാസിയായ ഹസീനയുടെയും ഖാന്റെയും അസാന്നിധ്യത്തിലാണ് ഈ വിചാരണ നടക്കുന്നത്. ഇത് വിചാരണയുടെ നിയമപരമായ സാധ്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ ഈ കേസുകൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ട്രൈബ്യൂണലിന്റെ തീരുമാനത്തോട് പ്രതികരിച്ചുകൊണ്ട് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടി വിചാരണ പ്രക്രിയയെ ശക്തമായി അപലപിച്ചു. ട്രൈബ്യൂണൽ ഒരു കങ്കാരു കോടതിയാണെന്നും ഇത് നിയമപരമായ നടപടിയല്ലെന്നും അവർ ആരോപിച്ചു.
കങ്കാരു കോടതി എന്ന പ്രയോഗം നീതിയുക്തമല്ലാത്തതും പക്ഷാപാതപരവുമായ വിചാരണകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതൊരു വിചാരണയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ജൂൺ 5-ന് ട്രൈബ്യൂണൽ വിചാരണ ആരംഭിച്ചതിനെ തുടർന്ന് ഓഗസ്റ്റ് 5 മുതൽ പ്രവാസിയായ ഹസീനയോടും ഖാനോടും ട്രൈബ്യൂണലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് അധികൃതർ പത്രപരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിരുവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സംഭവ വികാസങ്ങൾ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിയും അവരുടെ മകളും നേരിടുന്ന ആരോപണങ്ങൾ രാജ്യത്തിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ബംഗ്ലാദേശിന്റെ പ്രതിച്ഛായ മുൻ പ്രധാനമന്ത്രിയും അവരുടെ കുടുംബാംഗങ്ങളും അഴിമതിയിലും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിലും പങ്കാളികളാണെന്ന ആരോപണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ബംഗ്ലാദേശിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കും. വിദേശ നിക്ഷേപകരെയും ടൂറിസത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുമുണ്ട്. ഷെയ്ഖ് ഹസീനയെയും അവരുടെ അവാമി ലീഗ് പാർട്ടിയെയും ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കങ്ങൾ രാജ്യത്ത് വലിയ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് വഴിവെക്കും. രാഷ്ട്രീയ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇടക്കാല സർക്കാർ ഈ വിഷയങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും രാജ്യത്തിന്റെ ഭാവി. അതോടൊപ്പം ഈ കേസുകളുടെ വിചാരണയും വിധികളുടെ രാജ്യത്തെ നിയമവാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ട്രൈബ്യൂണലിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചും നിയമപരമായ നടപടികളെക്കുറിച്ചുമുള്ള വിമർശനങ്ങൾ ജനാധിപത്യപരമായ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കും. ഈ ആരോപണങ്ങൾ ബംഗ്ലാദേശിലെ പൊതുജന വികാരത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യും. അഴിമതിക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നീതി നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാകും. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമെന്നാണ് സൂചന. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ കേസുകളുടെ വിധി നിർണായകമായ പങ്ക് വഹിക്കും. അന്താരാഷ്ട്ര സമൂഹം ഈ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്.